കഴിക്കാനായിട്ട് തോന്നുന്നു ഗൈസ്. കാരണം എന്താണെന്നറിയോ, നല്ല മഴയൊക്കെ അല്ലേ. പിന്നെ കുറേ നാളായിട്ടുണ്ട് അട ഉണ്ടാക്കി കഴിച്ചിട്ട്. അപ്പൊ ഞാനിന്ന് ഉച്ചയ്ക്ക് തൊട്ട് ഈ മഴയും പിന്നെ കുട്ടികൾക്കാണെങ്കിൽ സ്കൂളും ഇല്ലല്ലോ, എപ്പോഴും അവധി അവധി അവധി. ഇന്നലെ എന്നെ കളക്ടർ അവധിയാന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് ഇന്നൊരു അട ഉണ്ടാക്കി കഴിച്ചാലാന്ന്. പക്ഷെ കുറെ ലേറ്റ് ആയി, 5 മണിയായി. സംഗതി നമുക്ക് നോക്കാം. നാളെ ഇനി സ്കൂൾ ഉണ്ടാവുമെന്ന് അറിയില്ല കേട്ടാ. ലാസ്റ്റ് എന്താവും എന്തോ. നമ്മുടെ പറമ്പില് ഇഷ്ടംപോലെ വാഴയുണ്ട്. നമ്മുടെ പറമ്പിലേ ഇഷ്ടംപോലെ വാഴയുണ്ട്. പക്ഷെ ഇല വേണം. എല്ലാം ഇങ്ങനെ നല്ല ഇല കാണുന്നില്ല. അപ്പൊ അതൊന്ന് നോക്കണം. പിന്നെ ഭയങ്കര കൊതുകാണ്. ബാ ഇല നോക്കട്ടെ. അയ്യോ, ഞാനിത് എങ്ങനെ, എനിക്കിത് കണ്ടിട്ട് ഒറ്റയല്ലേ നല്ലത് തോന്നണില്ല. ഇത് പറ്റും തോന്നുന്നുണ്ട്. ഒരു സെക്കൻഡ്. മഴ പെയ്തിട്ടേ നമ്മുടെ ഇവിടെ ഒരു ക്ലീൻ ആക്കാൻ ഒരാള് വരാന്നും പറഞ്ഞിട്ടും വന്നിട്ടില്ല. ഇനി അല്ല, ഇതത് ഈ അറ്റത്തത് ഇവിടത്തെ അല്ല. ഇതാണ്, കൊറേ മഴ ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം. ഇത് നല്ലതല്ലേ, ഇത് നല്ലത് കേട്ടോ. മൂർച്ചയുണ്ട് ഈ കത്തിക്ക്. ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. എന്ത് കഷ്ടാ. ഇത് മതിയത് കേട്ടാ. ഇത്ര അല്ല അട ഉണ്ടാക്കുള്ളൂ നമ്മള്. ആ ഇലയാണ് ഞാൻ നോക്കണത്. മഴ ഒടിയോ, കറയാവും മേത്ത്. ആ, ദിസ് ഈസ് ഗുഡ് അല്ല. ഇത് നിക്ക് നിക്ക് ഇവിടെ. അയ്യോ, പുതിയ ഇല വരാൻ നിക്കണ്ടായി. ഇത് മതിയാവും. ഓ, മഴ പെയ്താലേ പറമ്പിലേക്ക് ഇറങ്ങാനേ തോന്നൂല്ല കേട്ടാ. ഫുള്ള് വള്ളികളും പടർന്ന് കിടക്കണോണ്ടേ ആകപ്പാടെ ഇതൊക്കെ കഴിഞ്ഞോട്ടെ. ഒരു സെക്കൻഡ് കേട്ടാ. അത് ഇവിടെ നിന്ന് ഇതെന്തൊക്കെ തെങ്ങ് കണ്ട ഇതിലേക്ക് കയറുന്ന കണ്ട. കോവക്കട വള്ളിയാ. ഇത്രയൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. ഞാൻ കുറച്ചേ ഉണ്ടാക്കുള്ളൂ. നമുക്കെന്നാ ഞാൻ ഓർത്ത് ഇവിടെ നിന്ന് തന്നെ കട്ട് ചെയ്തിട്ടേ വേസ്റ്റ് ഇവിടെ നിന്ന് തന്നെ കളഞ്ഞിട്ട് പോവാം. അല്ലാതെ ഇങ്ങനെ അമ്മയൊക്കെ വെക്കും, എനിക്ക് അറിയില്ല. കിളികളുടെ കാര്യം അങ്ങനെ. കിളികളും കൊതുകും. കൊതുകണ്ട പേടിയാ പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. ഇതൊക്കെ എടുക്കണുള്ളൂ കേട്ടോ, കളയാൻ പോവാ. ഇത്ര മതി. ഇനി കുറച്ച് പണികളൊക്കെ ഉണ്ട്. എപ്പോൾ ഉണ്ടാക്കി തരുന്നോ. പിന്നെ വലിയ നമ്മൾ രാവിലെയാണ്, നമുക്ക് രാവിലെ ഭയങ്കര തിരക്കായിട്ടില്ലേ. നമ്മൾ ഒട്ടും നേരം ഉണ്ടാവില്ല. പക്ഷേ വൈകുന്നേരം എനിക്ക് അങ്ങനെ വലിയ പണികളില്ല. ഞാൻ സമാധാനത്തിൽ ഉണ്ടാക്കാം. പിന്നെ കുറച്ച് അരിനെല്ലിക്ക് ഇരിപ്പുണ്ട്, അതൊന്നും ഉപ്പിലിട്ട് വെക്കണം. ഇത് പായസമൊക്കെ കൊണ്ടുവന്ന് മാത്രം. എനിക്ക് കൊഴുക്കട്ടേനേക്കാളും കൂടുതൽ ഇഷ്ടം ഈ അടയാണ് കേട്ടാ. പിന്നെ അട എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുട്ടെടുക്കണ അട, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചുട്ടെടുക്കണ അട. ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഒഴിച്ച് നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം കേട്ടോ. അളവൊന്നും നോക്കണില്ല. ഞങ്ങൾ ഇന്നലെ രാത്രി ഇരുന്നിട്ട് ഇത് കണ്ടു, ബാലൻ എന്ന് പറഞ്ഞ സിനിമയില്ലേ, അത് കണ്ടു കേട്ടോ. ഒരു 10:30 ഞങ്ങൾ ഇരുന്നു സിനിമ കാണാൻ. പകലൊന്നും നേരം കിട്ടണില്ല. പിന്നെ ഞങ്ങൾ എപ്പോഴും സിനിമ കാണുമ്പോൾ 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് ഇരുന്നായിരിക്കും കാണണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാണ് കേട്ടോ കാണാം. അപ്പൊ ഞാൻ സേതനോട് പറഞ്ഞു നമുക്ക് അങ്ങനെയാണോ എന്ന് പറഞ്ഞപ്പോൾ സേതന പറഞ്ഞു വേണ്ട, നമുക്ക് അത് ഒപ്പം കാണുമ്പോഴാണ് അതിന്റെ രസം, പകുതി പകുതിയായിട്ട് കാണണ്ടാവും. ഞങ്ങൾ രണ്ടാളും കൂടി ഇന്നലെ ഇരുന്ന് കണ്ടു. എനിക്കിഷ്ടായിട്ടാ നന്നായിട്ട്. സങ്കടവും വന്നുപോയി. അപ്പൊ ഞാൻ പൊടി ഏകദേശം ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് അടച്ചു വെക്കാം. ഇനി നമുക്ക് ശർക്കര ഒന്ന് ചൂടാക്കി ആക്കി എടുക്കാം കേട്ടോ. ഞാൻ കൊണ്ടുവയ്ക്കട്ടെ, പൊടി കൊണ്ടുവയ്ക്കട്ടെ. ശർക്കര ഇരുന്ന് ഞാൻ ഒരു കല്ല് വെച്ച് കുത്തിയിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ.
നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കര ഇട്ട് കൊടുത്തിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് ചൂടാക്കാവേ. പഠിച്ചു പഠിച്ചു. അപ്പൊ ശർക്കര ഇവിടെ കിടന്നാവട്ടെ. പിന്നെ ഞാൻ നെല്ലിക്കത് കഴുകി വെച്ചിട്ടുണ്ട്, കാണിച്ചാൽ. ഇത്തിരി ഉള്ളൂ കേട്ടോ, അതില് ചെറുതും വലുതുമായിട്ടുള്ളതാണ്. ചേച്ചിയുടെ വീട്ടിലുണ്ടായതാ. അപ്പൊ ചേച്ചി കൊണ്ടുവന്ന് തന്നതാ. കുറച്ച് അമ്മയ്ക്കും കൊടുത്തു, ഞാനും കുറച്ച് കൊണ്ടുവന്നു. അപ്പൊ ഇത് ഉപ്പിലിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കില്ലേ. അപ്പൊ ഇന്ന് അത് ചെയ്യാം. ഇനി വെള്ളം ചൂടാക്കി വെച്ച് നാറിയിട്ട് നമുക്ക് ഒഴിച്ചു വെക്കാം. ഇതൊക്കെ മെൽറ്റ് ആവില്ലേ? കൊഴുക്കട്ട എനിക്ക് ഉണ്ടാക്കാനും മടിയാ, കഴിക്കാനും മടിയാ. എനിക്ക് കൊഴുക്കട്ട ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് അടയാണ് കൂടുതൽ ഇഷ്ടം. വീട്ടില് ചിലപ്പോ അമ്മ എന്ത് ചെയ്യുന്നറിയോ, ശർക്കര ഇല്ലാതെ വെറുതെ ഉള്ളിൽ തേങ്ങ മാത്രമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചുട്ടെടുക്കൂട്ടാ. ആ വീട്ടിലെ ഒന്നും ഇടൂല, ഗോതമ്പില്. ഞങ്ങളതൊക്കെ കഴിക്കും. ഞങ്ങള് മധുരം ഭയങ്കര കുറച്ച് കഴിക്കണ ആൾക്കാരാ. ഞാൻ എൻ്റെ വീട്ടിലെല്ലാവരും. നേരെ ഓപ്പോസിറ്റ് ആണ് സേതുവിന്റെ വീട്ടില്. ഭയങ്കര മധുരം വേണം കേട്ടാ. സേതുവിനൊക്കെ ഈ ശർക്കരയൊക്കെ വിളയിച്ച് വെച്ചാണ്ടല്ലോ, ഇങ്ങനെ തേങ്ങയൊക്കെ ഇട്ട് ഭയങ്കര ഇഷ്ടം കഴിക്കാനായിട്ട്. നാളെ ഞാൻ അവധിയായിരിക്കുവോ? മഴയൊക്കെ പണ്ടൊക്കെ നമ്മൾ പഠിക്കുമ്പോ എന്തെങ്കിലും ഒരു അവധി വന്നിട്ടുണ്ടോ? ഞങ്ങളുടെ അവിടെയൊക്കെ വെള്ളപ്പൊക്കം ഇരിക്കും. വെള്ളപ്പൊക്കത്തിൽ കൂടെ ഇങ്ങനെ റോട്ടിലൊക്കെ ഇങ്ങനെ പാവാടയൊക്കെ പൊക്കി ഇങ്ങനെ ഞങ്ങൾ നടന്നു. എൻ്റെ വീട്ടിന്റെ അകത്തും വെള്ളം കയറുമായിരുന്നു. ഓ, ഞങ്ങള് വീടിന്റെ ഉള്ളിലൊക്കെ മുട്ടുവരെയും വെള്ളമൊക്കെ ഉണ്ടാവുമായിരുന്നു കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ട്. ഞങ്ങൾ എന്ത് ചെയ്യും, അമ്മ എത്ര ഇതാണെങ്കിലും ക്ലാസ് മിസ്സാക്കാൻ സമ്മതിക്കൂല. വെള്ളപ്പൊക്കത്തിൽ നിന്ന് ഞങ്ങളിങ്ങനെ മുട്ടിന്റെ മുകളിൽ വെള്ളം ഉണ്ടാവും, എന്നാലും കുളിച്ച് യൂണിഫോം ഒക്കെ ഇട്ടിട്ട് സ്കൂളിൽ പോകും. അതൊക്കെ എനിക്ക് ഓർമ്മ വരികയാണ്. ഭയങ്കര നൊസ്റ്റു അടിക്കണ പണ്ട്. അതുകൊണ്ട് മഴ ആസ്വദിച്ചിട്ടില്ല ചെറുപ്പത്തിലൊക്കെ. ഈ പറയണ പോലെ വീട്ടിന്റെ അകത്ത് വെള്ളമൊക്കെ കയറുമ്പോൾ നമ്മളിങ്ങനെ കട്ടുമ്മലിരുന്ന്, അപ്പൊ ആ മഴ ഇപ്പോഴും ഇപ്പൊ ഒട്ടും ആസ്വദിക്കാൻ പറ്റണില്ല. ശർക്കര ആയിട്ടുണ്ട്, ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ്. കല്ലുണ്ടെന്ന് തോന്നണം ഇളക്കുമ്പോ. അപ്പൊ നമുക്ക് അത് അരിച്ച് പല്ലൊക്കെ എന്തോ പോലെ ആ സൗണ്ട് കേട്ടിട്ട്, ആ സൗണ്ട് ഇഷ്ടമല്ല എനിക്ക്. ഇനി നമുക്ക് തേങ്ങയൊക്കെ ഇതാക്കി. ഞാനിങ്ങനെ ഉണ്ടാക്കാറ്. പിന്നെ ഞാൻ ഏലക്കായൊന്നും ഇടൂല, എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യൂല. അരിച്ചെടുക്കാട്ടാ. കുറച്ച് കല്ലും കട്ടയുണ്ട് ചെറുതായിട്ട്. ഭയങ്കര ഞാൻ വിചാരിച്ച അത്രയൊന്നും ഇല്ല കേട്ടാ. പണ്ട് ഞാൻ ആദ്യമായിട്ട് അടയൊക്കെ ഉണ്ടാക്കുമ്പോഴേ എന്താ പറയാ, ഞാന് ഉണ്ടാക്കിയിട്ട് പക്ഷെ അട ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഭയങ്കര മരം പോലെ ഇരിക്കണ. ഞാൻ വിചാരിച്ചത് എന്താണ് എന്ന് വിചാരിച്ചു. ഭയങ്കര മരം, സോഫ്റ്റ് അല്ല. ഞാൻ ഓർത്തത് എന്താണെന്ന് അമ്മേനെ വിളിച്ചു ചോദിച്ചപ്പോ അമ്മ പറയണ, എടീ അത് നമ്മള് ഇത് തേങ്ങയുടെ ഇതാണ്ടാ, അത് ചൂടുവെള്ളത്തിൽ കുഴക്കണം. ഞാൻ കുഴച്ചിട്ടുണ്ടായിരുന്നില്ല, അതാണ് പറ്റിപ്പോയത്. സാരില്ല, അത് ഭയങ്കര കല്ല്, ഒട്ടും സോഫ്റ്റ് അല്ലാത്ത അടയായിരുന്നു. സാരില്ല, ചെയ്തതല്ലേ പഠിക്കുള്ളൂ. അയ്യോ, ഭയങ്കര മഴക്കാറുണ്ടല്ലോ. രാത്രിയൊക്കെ മഴയാവുന്നാ തോന്നണേട്ടാ. നമുക്ക് തേങ്ങ ഒന്ന് വെറുതെ ഒന്ന് ഭയങ്കരമായിട്ട് സ്റ്റിക്കി ആക്കി എടുക്കണില്ല കേട്ടാ. നമ്മുടെ മാവിന്റെ ഉള്ളിൽ വെക്കാൻ പറ്റിയ രീതിയിൽ. ഞാനപ്പം നമ്മൾ ഉപ്പിലിടാനുള്ളത് ആറിയിട്ട് വേണ്ട ഇടാനായിട്ട്. അത് ഞാൻ അങ്ങനെ വെച്ചേക്കാം. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണല്ലോ ഈ അട കൊഴുക്കട്ടയൊക്കെ. കൊഴുക്കട്ടയിൽ ഈ ചില ആൾക്കാർ എന്താ പറയാ, ശർക്കരയുടെ പകരം പഞ്ചസാര ഇടൂലേ. അത് ഞാൻ ഒട്ടും കഴിക്കില്ല, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. നമ്മൾ മഴയത്ത് നിന്ന് നമ്മൾ കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും വലിയ ചൂട് അനുഭവപ്പെടില്ല. അപ്പൊ നമുക്ക് റിലാക്സ് ചെയ്ത്, ചൂട് കാലത്ത് നമുക്ക് പറ്റൂല. എനിക്ക് തോന്നുന്നു ഇതിൽ തേങ്ങ ഇത്തിരി കുറഞ്ഞു, ശർക്കര കൂടി, അങ്ങനെയാണെന്ന് തോന്നുന്നത്. ആ, അപ്പൊ തന്നെ അവിടെ ചോദ്യം വന്ന്. ഇല്ല സേതുവേട്ടാ, ഇതാകെ ഒരു മുറി തേങ്ങ ഉണ്ടായുള്ളൂ, പിന്നെ ശർക്കര ഉണ്ട്. അത് വെച്ച് ഉണ്ടാക്കാന്ന് വിചാരിച്ചു.
ഞാനേ ഈ ശർക്കര വിളയിച്ച് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കാറേ ഇല്ല കേട്ടോ. ഇങ്ങനെ ശർക്കര വാങ്ങില്ല, അതിൽ കല്ല് കുറവാ. അപ്പൊ ഞങ്ങള് ഈ തേങ്ങയും ഇങ്ങനെ ഇടും, മാവ് കുഴയ്ക്കും, ഇങ്ങനെ ഇലയില് പരത്തും, എന്നിട്ട് ഇലയില് തേങ്ങ ഇടും, എന്നിട്ട് നമ്മൾ ഈ ശർക്കര ചീവി വെച്ചിട്ടുണ്ടാവും, അതിങ്ങനെ ഇടും, അടയ്ക്കും, ചുട്ടെടുക്കും അല്ലെങ്കിൽ വേവിച്ചെടുക്കും. ഞാനിപ്പോ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ വിളയിച്ചിട്ടൊക്കെ ഉണ്ടാക്കണത് കേട്ടാ. ചെയ്തിട്ട് അവിടെ നിന്ന് പറയണുണ്ടായി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണോ രാഗി എന്ന് പറയണേ. ചെയ്തോണ്ട് ഇതൊക്കെ ഒന്ന് ചെയ്തു തന്നൂടെ? ഞാൻ അങ്ങനെ വലിയ അടയിട്ടല്ല, ഞാൻ കുഞ്ഞ അടയിട്ട് ഉണ്ടാക്കാൻ പോണം. അങ്ങനെ ചെയ്തോ. ഇത് ഇത്ര ഞാൻ ഒന്ന് കഴുകി എടുക്കട്ടെ കേട്ടാ, വാഷ് ചെയ്യട്ടെ. അയ്യോ ഭയങ്കര മഴക്കാറാണ് കേട്ടാ. എന്താ ഇത് എന്തൊരു മഴക്കാറ് ഈശ്വരാ. കുട്ടികളുടെ പരീക്ഷ നാളെ. ആ പരീക്ഷ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ സുഖമായിരുന്നു, എനിക്ക് വീട്ടിലൊക്കെ പോവായിരുന്നു. ഓൺലൈൻ ക്ലാസ്സും വെക്കണുണ്ടെന്നേ. അത് പിന്നെ കുഴപ്പമില്ല, അത് എവിടെ ഇരുന്നാണെങ്കിലും നമുക്ക് അറ്റൻഡ് ചെയ്യാം. എക്സാം ഒന്നും ഇപ്പൊ പഠിച്ച് കുട്ടികൾ ഉള്ളതും കൂടി മറക്കുമെന്ന് എന്റെ പേര്. ഞാനന്ന് മഴയൊക്കെ പെയ്യുമ്പോ എന്റെ മനസ്സിലിങ്ങനെ ഉണ്ടാകും, ഞാനോർത്ത് ദൈവമേ ഇതൊന്ന് കഴിയണേ, കുട്ടികളുടെ പരീക്ഷ കഴിഞ്ഞിട്ട് മതിയേ എന്നാണ്. തുടച്ചിട്ട് നീറ്റാക്കിട്ടെ, ശർക്കര ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കണം. രാവിലെ ചെറുതായിട്ട് അപ്പൊ ഞാൻ ചെയ്തു, തുണികളെല്ലാം കൊണ്ടുപോയി എല്ലാം ഇഷ്ടം കാണിക്കാം. മഴ ഭയങ്കര ഞാൻ മനസ്സിലാക്കി നല്ല ടേസ്റ്റ്. കഴിയുമ്പോൾ നമുക്ക് അടിയിലുള്ളത് മുകളിലേക്കുള്ളത് താഴത്തൊക്കെ മാറ്റി വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാൻ വേഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ക്വിക്കായിട്ട് വേഗം ക്ലീൻ ചെയ്തിട്ട് പെട്ടെന്ന് വന്നിട്ട് നമുക്ക് നെല്ലിക്ക ഉപ്പിലിടാം കേട്ടാ. ഇപ്പൊ വരാം കേട്ടാ. വൈകുന്നേരം ഭയങ്കര ഡീപ്പായിട്ട് അടിച്ചു വരൂല കേട്ടാ, ആ ഫ്രണ്ടിലെ സ്ഥലങ്ങൾ മാത്രം സെറ്റിയുടെ അടിയൊക്കെ നമ്മൾ രാവിലെ അടിച്ചല്ല. പിന്നെ വിളക്ക് കൊളുത്തണം അവിടെയൊക്കെ ഒന്ന്. ഒക്കെ ഇടുന്നല്ല. ആ ഞാൻ എന്തോ ആലോചിച്ച് നിൽക്കണായിരുന്നു. കാന്താരി മുളക് ഒരു 2-3 ഇട്ട് കൊടുത്തുട്ടാ. എപ്പോഴും ഞാൻ വെള്ളത്തിന്റെ ഒപ്പം ഇട്ടിട്ട് തിളപ്പിക്കാറ് ചെയ്യാറ്. പക്ഷെ 2-3 വീഡിയോയിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇട്ട് കൊടുക്കാം.
കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കണേ. ഒരു പുളി അത് കാണുമ്പോൾ എല്ലാവർക്കും കൊതിയാവും കഴിക്കാനായിട്ട്. ചെറിയ ചൂടുണ്ട്. നമുക്ക് 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇത് റെഡി ആയിട്ട് ഇതിന് കോരി കോരി കഴിക്കാം. അച്ചാർ ഉണ്ടാക്കാനുള്ള ഒന്നും ഇല്ല കേട്ടാ. ചേച്ചി ഈ അരിനെല്ലിക്കയുടെ മരം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇങ്ങനെ പുറ്റ് പോലെ ഉണ്ടാവും, ഇങ്ങനെ 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 ഇങ്ങനെ. ചേച്ചിയുടെ വീട്ടിൽ അങ്ങനെ തന്നെ. അപ്പൊ ചേച്ചി കുറച്ച് പറിച്ചു കൊണ്ടുവന്ന് തന്നതാണ്. പിന്നെ അച്ഛൻ പറയുണ്ടായി നമ്മുടെ പറമ്പിലും ഉണ്ട് ഇത്ര, പക്ഷെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാവുമ്പോ ഇതുപോലെ പുറ്റ് പുറ്റ് പോലെ ഉണ്ടാവുമ്പോ ഞങ്ങൾ ഇതുപോലെ അച്ചാറൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ അടിയിലുള്ളത് മുകളിലുള്ളത് അങ്ങനെ ആക്കാൻ പോണേ കേട്ടാ. കുറച്ച് നേരം ഒഴിട്ടാ. നമ്മുടെ ആ ഓട്ട പോലത്തെ ഇത് തട്ട് കാണുന്നില്ല, എവിടെയാണോ കൊറേ അന്വേഷിച്ചു. അല്ല ശർക്കര ഉരുകി കിടക്കണുണ്ട. ഇതായിന്ന് എനിക്ക് തോന്നണേ. എന്നാലും ഒന്നും കൂടെ വെക്കാല്ലേ ഇതട്ടാ. ഇതിലൊരെണ്ണം തേങ്ങയില്ലാത്ത പഞ്ചസാര മാത്രം ഇട്ടതുണ്ട്. അത് ഏതാന്ന് ഇപ്പൊ എനിക്കറിയില്ല. ഒരു 5 മിനിറ്റും കൂടെ ഇതിൽ കിടക്കട്ടെ, എന്നിട്ട് നമുക്ക് കഴിക്കാം. കൈ പൊള്ളണ്. ഇതിൽ എത്ര അടിയുണ്ടെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ സൈതറിന്? റോങ് ആൻസർ. 9. 8 കറക്റ്റ്. 9ാമത്തെ നമ്മുടെ പഞ്ചസാര. അപ്പൊ അതേ നമ്മുടെ ചായ ആയിട്ടുണ്ട് കേട്ടാ. ചായ ഞാൻ മാത്രമേ കുടിക്കാത്തുള്ളൂ. ബാക്കി സേതുട്ടൻ കോഫി കുടിച്ചു, ലച്ചു പാല് കുടിച്ചു. ഞാൻ ഓർത്ത് അടയൊക്കെ ഉണ്ടാക്കിയിട്ട് സമാധാനത്തിലിരുന്നിട്ട് കുടിക്കാം. അപ്പൊ അതേ നമ്മുടെ ചായയും ആയിട്ടുണ്ട്. കട്ടൻ ചായയാണ് ഇതിന്റെ കൂടെയൊക്കെ കോമ്പിനേഷൻ. പക്ഷെ എനിക്ക് പാൽ ചായയാണ് ഇഷ്ടം. ഞാൻ അതേ കഴിക്കും. അല്ലേ ലച്ചുമ? അപ്പൊ അടി എടുക്കാൻ പോവാ. ലച്ചുവിന് വേണ്ടേ? ഇപ്പൊ വേണ്ടേ? ലച്ചു നൂഡിൽസ് ഒക്കെ കഴിച്ചു. ഒരെണ്ണം ഇല്ലടാ. സേതുവിന് അട വേണോ? എന്നാ ഞാൻ കഴിക്കട്ടെ. ചൂടാറിയിട്ട് അവർക്കൊക്കെ ഇഷ്ടമുള്ളൂ. TV കാണാം സുഖമായിട്ടിരുന്ന്. അപ്പൊ അടയും ചായയും കുടിയാൻ ലച്ചു ഉണ്ടാക്കിയതാണ് കേട്ടാ. എന്നാലും കോസ്റ്ററാ. അതും പറഞ്ഞ് ചെയ്തിട്ടും ചിലപ്പോ എരിവ് കഴിക്കാഞ്ഞിട്ട് ചെയ്തിട്ടും ചില്ലി ചിക്കനൊക്കെ വെയിറ്റ് ചെയ്യേ. മനുഷ്യര് സമാധാനം തരുന്നില്ലല്ലോ. 2 ചെയ്തന്നെ ചൂടാറണോ അല്ലേ? ചൂടാറിയാലേ ഇത് സെറ്റാ. ചെയ്തനോട് എനിക്കൊരു കാര്യം പറയാണ്ട്. നമ്മുടെ പഴങ്കഞ്ഞി കുടിച്ച വീഡിയോ ഇല്ലേ? ഇത് വന്നില്ലല്ലോ ഇതിന്ന്. ഭയങ്കരായിട്ടേ നമ്മുടെ പഴങ്കഞ്ഞി കുടിച്ച വീഡിയോ ഇല്ലേ, അതിൽ എന്റെ ഇവിടം വരെ കട്ടാണ്. ആൾക്കാർക്ക് കാണുമ്പോ ഇഷ്ടമുണ്ടാവില്ല. ഇതിങ്ങനെ നിവർത്തി വെക്കാല്ലേ. കൊതി വന്നിട്ടേ കട്ട് ചെയ്യട്ടെ. ഓ ഇതെന്താ? ഒരു പീസ് എടുത്ത് എന്തായാലും ഇന്ന് കഴിക്കട്ടെ. അത്ര ആക്രാന്തം പിടിച്ചിരിക്കണേ. തണുക്കണം. ഇത് നോക്കിയേ, നമ്മുടെ ശർക്കരയൊക്കെ കണ്ട. അയ്യോ. ഈച്ച ശർക്കര വരുമ്പോ വരും അത്. വെള്ളമൊഴിച്ചതേ ഭയങ്കര ഹാർഡായിട്ടില്ല. അപ്പോഴാ ടേസ്റ്റ്.
വീഡിയോ എടുക്കാൻ മറന്നു. ചായക്ക് എന്തായാലും മധുരം ഉണ്ടാവില്ല കേട്ടാ. ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ കൊതിച്ചിട്ട് നമ്മളത് ഉണ്ടാക്കി കഴിക്കുമ്പോ ഉണ്ടല്ലോ ആ കിട്ടുന്ന സുഖമല്ലേ, അത് ഉണ്ടാക്കണ ആൾക്കാർക്കേ അറിയുള്ളൂ. വെറുതെ വന്ന് ഇങ്ങനെ സഹായിക്കാതിരിക്കുന്ന ആൾക്കാർക്കൊന്നും അറിയില്ല. ഓ എടുത്തുണ്ടോ അല്ലേ, എന്നാ ഇത് എടുക്ക്. ഇതാണെങ്കിൽ ആറിയതാണ്. ആറട്ടെ. ഇച്ചുവാണെങ്കിൽ കൊതിയിട്ട് അങ്ങനെ ഇരിക്കണം. എടുത്തോന്ന് തന്നെ നിങ്ങൾ എടുക്കണില്ല. ഏത്? അതന്നെ, അത് നല്ല കാര്യം. എടുത്തോ, ആ തേങ്ങയുള്ളത് എടുത്തോ. ഒരെണ്ണം കഴിക്കാൻ പറ്റുള്ളൂ. അത് ലാസ്റ്റ് പോർഷനാണ്. നല്ല രസമുണ്ട്, നല്ല ക്ലൈമറ്റും. അതെ, പിന്നെ എനിക്കിനി പണിയൊന്നുമില്ല, സമാധാനം, വെറുതെ ഇരിക്കണം. നാളെ ക്ലാസ് ഉണ്ടെന്ന് കളക്ടർ പറഞ്ഞാലല്ലേ. അന്ന് വെച്ചാൽ 11 മണിക്കല്ലേ പറഞ്ഞത്. ഞാൻ ഉറങ്ങിയിട്ടുണ്ടായി. എനിക്ക് ചിലപ്പോ ഈ ഉള്ളിലത്തെ തേങ്ങ അമ്പലത്തിലെ ചില പ്രസാദം പോലെ തോന്നും ഇല്ലേ. ചായയും കൂടി കൊടുക്കട്ടെ. ചായക്ക് ഒട്ടും മധുരം തോന്നിക്കില്ല, പക്ഷെ ഒരു സുഖം. അപ്പൊ നമ്മുടെ എന്താ പറയാ, ഇത്രേ ഉള്ളൂ, ഒരു കുട്ടി വീഡിയോ വരുന്നുണ്ട് നമ്മുടെ ഈവനിങ് സ്നാക്സ് പ്രിപ്പയർ. എന്നാണെങ്കിൽ ക്ലാസ്സും ഇല്ല, ട്യൂഷനും ഇല്ല, ഒന്നുമില്ല, എനിക്കും ഫ്രീ ആയിട്ടിരിക്കണായിരുന്നു. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ തോന്നിയതാണ്. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിസാരം ബൈ.